അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മാ ഇക്തസബത്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ ഖതഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ അമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. സദഖല്ലാഹുൽ അലീം. സ്നേഹബഹുമാനങ്ങളുടെ ഇന്നത്തെ വരവരുടെ അധ്യക്ഷൻ, പ്രസിഡൻറ്റ്, കംപ്ലീറ്റ് എല്ലാ സംഘാടകരും അടക്കം, അങ്ങനെ ആൾക്കാരെ എടുത്തു പറയുന്നില്ല, വേദിയിലിരിക്കുന്ന എൻ്റെ സഹോദരന്മാർ, ഇവിടെ ഹാഫിളുകളായ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ സ്നേഹിത കുട്ടികളെ, സ്റ്റേജിലിരിക്കുന്ന ബാക്കി ആൾക്കാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഈ പള്ളി ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ പിന്നെ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യത്തിൻ്റെ വരവാനുണ്ടായിരുന്നത്. ഈ പള്ളി ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ അടുത്ത ആലി മുഹമ്മദ് മൈസൂർ സാറാനി, ഈ ഇപ്പോഴത്തെ ഇവിടെ ഇരിക്കണം മൈസൂർ സാറിൻ്റെ നേരെ ജ്യേഷ്ഠനാണ് അദ്ദേഹം. അയാൾ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മോനാണ് ഈ ഫസ്റ്റിൽ ഇരിക്കുന്നത് സയ്യിദ്. ബാക്കിയുള്ളവർ മറ്റേ മൈസൂരിൻ്റെ മോനാണ് മറ്റേ അദ്ദേഹം. ഈ ആലി സാറാനി ഞാനോ ചുരുങ്ങിയത് ഒരു 40-44 വർഷത്തെ ബന്ധങ്ങളുണ്ട് ഞങ്ങൾ രണ്ടാളും. ഒരു വളരെ നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര നല്ലൊരു മനുഷ്യനെ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് 2 ആലിമാരാണ് സ്പോൺസറായി കിട്ടിയത്. അത് ആദ്യത്തെ ആള് ആലി അബ്ദുൽ ഖാദർ ഹാഫിദ്. അയാളെ മരണത്തിന് ശേഷം എനിക്ക് പഠിച്ച തമ്പരാൻ ഒരു ഇന്ത്യതേരാണ് ചെയ്തത്. അന്നത്തെ പേരിൽ പള്ളി ഉണ്ടാക്കണമെന്നില്ല. അങ്ങനെ ആ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് വരിക. നമ്മളെ പൂങ്ങോട് മഹലിൽ ആ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും പൂങ്ങോട് ആൾക്കാർ വളരെ കാര്യത്തോടു കൂടി അത് ഏറ്റെടുത്ത് എനിക്ക് ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു തന്നെ. പക്ഷെ ആ പള്ളിൻ്റെ പണി വളരെ പൂർത്തിയായിട്ട് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റി. അതാണിപ്പോൾ പൂങ്ങോടുള്ള ആലി അബ്ദുൽ ഖാദർ മോസ്ക്. നമ്മൾ ഒരു 30 വർഷം ആയി നമ്മളിപ്പോൾ വളരെ നന്നായിട്ട് എല്ലാവരും നമസ്കരിക്കുന്നത് നമ്മൾ പള്ളിയാണ്. അതിനുശേഷം ഉമ്മാൻ്റെ മരണമുണ്ടായി. ഉമ്മാൻ്റെ പേരിലൊരു പള്ളിയെടുത്തു. ഫാദറിൻ്റെ മരണമുണ്ടായി. വാപ്പാൻ്റെ പേരിൽ ആനക്കകത്തൊരു പള്ളിയെടുത്തു. അതിനുശേഷം എനിക്കൊരു പള്ളിക്കൊരു അവസരം കിട്ടിയത് മണ്ണാർക്കാടാണ്. അങ്ങനെ മണ്ണാർക്കാട് ആ പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഞാൻ ഉമ്മാൻ്റെ വാപ്പാൻ്റെ പേരിൽ ഒരുമിച്ചാണ് ആ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സന്തോഷമുള്ളൊരു പള്ളിയാണ് ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ അമ്മാവൻ്റെ മരണം ഉണ്ടായത്. അമ്മാവൻ നീലഞ്ചേരിയാണ് ആ പള്ളിൻ്റെ അത്. അങ്ങനെ ആ മരണത്തിന് എനിക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ആ ഖബർ സിയാറത്തിന് വേണ്ടി ഞാൻ അവിടെ എത്തി. അങ്ങനെ ഖബർ സിയാറത്തിന് ചെയ്ത് ഞാൻ പള്ളിയിൽ ളുഹാ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അലി, എനിക്ക് എത്രയോ സൗകര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ പള്ളി ഒന്ന് ഒതുക്കി പണിയൂടാ? പള്ളി വളരെ ഒരു പഴയ പള്ളിയാണ്. നിങ്ങൾക്ക് ആരും പറയാം, പഴയ കാലത്ത് നിന്നാൽ എനിക്കൊരു 180 കൊല്ലം 100 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു പള്ളി, മരം കൊണ്ടുണ്ടാക്കിയ പള്ളിയായിരുന്നു. ഇങ്ങനെ ആ സമയം തന്നെ ഞാൻ അവിടെ പള്ളിയുടെ ഇമാമുണ്ടായിരുന്നു.
ഇമാമരോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടി, ഞാൻ ഈ പള്ളി ഒന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കേണ്ട ഉസ്താദെ, നിങ്ങളെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് എൻ്റെ ഉമ്മാൻ്റെ വീടാണല്ലോ, ഉമ്മാൻ്റെ നാടാണല്ലോ, അവിടെ എന്നെ എല്ലാവരും കുഞ്ഞാണിയെന്നാണ് വിളിക്കുക. പിന്നെ ആൾ പറഞ്ഞു ഇത് ഞാനല്ല ഇതിന് പറയേണ്ടത്, ഇതിന് എൻ്റെ ബാക്കിയില്ലോല പറയേണ്ടത്, നീ അവരോട് പോയി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ എന്തെടുത്ത് അവിടെ നിന്ന് വണ്ടിയുടെ ഡ്രൈവറോടും കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയി. അവിടെ ഈ കാര്യം സംസാരിച്ചപ്പോൾ എന്നോട് 2 വാക്കാണ് അവർ പറഞ്ഞത്. ഇതൊരു സുന്നി മഹലാണ്, നീ ഒരു മുജാഹിദ് ആശ്രയക്കാരനാണ്, അതുകൊണ്ട് എന്താണ് സംഭവിക്കാന്നല്ല, ഏതായാലും ഞങ്ങൾ ഇതിന് വേണ്ട സൗകര്യങ്ങൾ എനിക്ക് ചെയ്തു തരാം എന്നുള്ള ഒരു ചെറിയൊരു ഇൻ്റെ അവിടെ കിട്ടി. അപ്പം തന്നെ ഒരു പറയുന്നത് പിന്നെ മുജാഹിദ് ആശ്രയക്കാരനാണെങ്കിലും നീ സുന്നി മഹലിൽ നിന്ന് പോയതല്ലേ എന്നുള്ള ആ വാക്ക് പോലെ ഇരുന്നു വന്നു. അങ്ങനെ ഒരു 1 വീക്കിൻ്റെ ഇടയിൽ എനിക്ക് അവിടുന്ന് ആ ഇൻഫോം തന്നവർ ആ പള്ളി അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ കൂടി പിന്നെ എൻ്റെ പേരിൽ അവർ ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെ ജുമ നമസ്കരിച്ച്. സുന്നി ആശ്രയത്തിലുള്ള ഒരു പള്ളിയാണ്, പക്ഷേ എനിക്കത് മറക്കാൻ പറ്റില്ല. എൻ്റെ വല്യപ്പ, എൻ്റെ അമ്മാവനെ, എൻ്റെ ഇവർ പിന്നെ വല്യമ്മ, എൻ്റെ ഇളയന്മാരൊക്കെ അവിടെ കവർ ചെയ്തിട്ടുണ്ട് ആ പള്ളിയിൽ. അങ്ങനെ ആ പള്ളി പണി ഞാൻ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയും ആ പള്ളി ഞാൻ എൻ്റെ എടുത്തത് എൻ്റെ അമ്മാവൻ്റെ പേരിലും വല്യപ്പാൻ്റെയും വല്യമാൻ്റെയും 3 ആളെ പേരിലും കൂടെ കൂടിയിട്ടാണ് എനിക്കത് ചെയ്തത്. പക്ഷേ ഒരു 1500 ആൾ വളരെ ഭംഗിയായിട്ട് നമസ്കരിക്കുകയും ചെയ്യും, അൽഹംദുലില്ലാ. പക്ഷേ അതവിടെ കുറേ ഇതൊക്കെ ഉണ്ടായി, ഞങ്ങളൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ നമസ്കാരത്തിൻ്റെ കൂട്ടത്തിലും മറ്റുള്ളതൊക്കെ അങ്ങനെ ആയെങ്കിലും, പക്ഷെ അതൊന്നും എനിക്ക് ബാധകമല്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. പിന്നെ കാരണം അവർ സുന്നി ഒരുപോലെ ഒരുതായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ നിലക്കല്ലേ പോവുള്ളൂ. കാരണം ഉദ്ഘാടനം സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സുബൈക്ക് നമസ്കരിക്കാൻ വരും, നമ്മളെല്ലാവരും ഒരുമിച്ച് നമസ്കരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവരെ റിഫ്യൂസ് ചെയ്തു, ആദ്യം ഒരു അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അവർ പറഞ്ഞു നീ ഒരു മുജാഹിദ് ആശ്രയക്കാരനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്നെ തുടർന്ന് നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അങ്ങനെയായി. പക്ഷേ അതൊന്നും എനിക്ക് ബാധകമായില്ല. പക്ഷേ അവരെന്നെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും എനിക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 നമസ്കാരം നമസ്കരിക്കുകയും സുബൈ നമസ്കരിച്ച് ആ പള്ളി ഉദ്ഘാടനം ചെയ്തു. അത് വളരെ സന്തോഷമായിട്ട് കുറേ ആൾക്കാർ 400 ആളെങ്കിലും പങ്കെടുത്ത് ഖുർആൻ ഹാഫിളായിട്ടുള്ള ഒരു കോളേജും ആ കോളേജിലെ കുട്ടികളും എല്ലാവരും കൂടി വളരെ നന്നായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായ പള്ളിയാണ് ഈ പള്ളി. ഈ പള്ളി എടുക്കുന്ന സമയത്ത് ഞാൻ യൂസുഫ് സാഹിബ് സലാഹിനോട് ഇവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും അടുത്ത പള്ളി നിങ്ങളെ പള്ളിയാണ്, യാതൊരു സംശയമല്ല. അങ്ങനെ ഈ പള്ളിയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ കഴിഞ്ഞ ഒരു കഷ്ടി 1.5 മാസം മുമ്പ് ഈ യൂസുഫ് സലാഹ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം, നോമ്പിന് നമസ്കരിക്കണം, അങ്ങനെ എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കതിൽ ചെറിയൊരു ഒരു അപകടം ഉണ്ടായിരുന്നു. ഞാൻ ആ അപകടത്തിൻ്റെ കാര്യം ഞാൻ ഇതിൽ ലാസ്റ്റിൽ ഞങ്ങൾ അറിയിച്ച് പറഞ്ഞു തരാം ഇൻഷാ അല്ലാ, ഇത് പൂർത്തിയാക്കിയതിന് ശേഷം. അങ്ങനെ ഈ പള്ളി ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു നിൽക്കുന്ന സമയത്ത് ഈ ആലി ജഹ്റാനിയുടെ മരണം പെട്ടെന്ന് സംഭവിച്ചു. അദ്ദേഹം ക്യാൻസർ പിടിച്ച് ചുരുങ്ങിയത് ഒരു 6-7 മാസം 1 വർഷമായിട്ട് അയാളവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ ഇയാളെ മരണം സംഭവിച്ചു. ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഇയാളെ മരണം സംഭവിച്ചറിയണത്. അപ്പോൾ ഞാനൊരു മാസം മുമ്പ് മൂപ്പര് അദ്ദേഹത്തെ നേരിട്ട് കാണുകയും എനിക്ക് കുറേ ഗിഫ്റ്റൊക്കെ തന്ന് എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ട് എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ ഇനി ജീവിക്കുന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു തരും ഞങ്ങൾ 2 പേരും. പിന്നെ എനിക്ക് കാണാൻ പറ്റിയ പിന്നെ എനിക്ക് വിവരം കിട്ടിയ അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ്. ഈ മരിച്ച അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ സുബൈ നമസ്കരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല കേട്ടോ. സുബൈ നമസ്കരിക്കുന്ന സമയത്ത് എൻ്റെ സ്വന്തം മനസ്സിലേക്ക് ഒരു ഇൻഡ് കിട്ടി, ഈ പള്ളി അദ്ദേഹത്തിന് ദാനമായിട്ട് കൊടുക്കണം, അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വെക്കണം. ഈ നമസ്കാരം കഴിഞ്ഞ് ഞാൻ അന്ന് യാദൃശ്ചികമായിട്ട് എനിക്ക് കുറച്ച് അസുഖം ഉണ്ടായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചും കൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്കത് കിട്ടിയത്. ആ നമസ്കാരം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂസുഫ് സലാഹിനെ വിളിച്ചു. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഇതിൻ്റെ വളരെ അടുത്തൊരു അറബിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ആലി മുഹമ്മദ് മുഹസിൻ സാറാൻ എന്നാണ്. ഈ പള്ളി
ഞാൻ അദ്ദേഹത്തിന് എഴുതി വെക്കാൻ എന്താണ് നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ യൂസഫ് സാല എടുത്തേക്ക് കുറച്ച് എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ പേര് എഴുതിയതിന് പകരം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ആലി മുഹമ്മദ് മൊയ്സും സാറാനിയും അദ്ദേഹത്തിൻ്റെ മക്കളുമാണ് എന്ന് ഞാൻ എഴുതിയിട്ട് ഈ പള്ളി അദ്ദേഹത്തിന് ദാനം നമുക്ക് ഇവിടുന്ന് ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പും കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, ഈ അയാൾ മരിച്ച് കിടക്കുന്ന സമയമാണിത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും അന്ന് മക്കത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും മക്ക ഷരീഫിൽ മറ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മക്കത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി അവിടെ എത്തി. അവിടെ എത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട് മുഹമ്മദ് ചെറിയ ഇവരോട് പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് അലിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ആ പള്ളി ആലി സാറാൻ്റെ പേരിൽ എഴുതി വെക്കണം എന്നുള്ളത് ഹറമിൽ വെച്ചുകൊണ്ട് എന്നാണ് പറയേണ്ടത്. ഹറമിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് എല്ലാവരും അവിടുന്ന് അക്സെപ്റ്റ് ചെയ്തു. ഒറ്റ അടിക്കുക അല്ല, എല്ലാ മക്കളൊക്കെ അവിടുന്ന് അക്സെപ്റ്റ് ചെയ്തു. അതുമാത്രമല്ല, ഞങ്ങൾ ഖബറടക്കം കഴിഞ്ഞിട്ട് ഇവരെ ആസ് നടക്കുന്ന സമയത്ത് ഇവൻ്റെ മൊയ്സ് സാറാൻ്റെ ഒരു അനുജനുണ്ട്, ജമാൻ സാറാനി, ഖാലിദ് സാറാനി, ഈ 2 പേര്. അവർ രണ്ടാളും പബ്ലിക്കായിട്ട് അവിടുന്ന് ഈ കാര്യം അവിടെ അനൗൺസും ചെയ്തു. അതാണ് അൽഹംദുലില്ലാഹ് ഈ ആലി സാറാനിൻ്റെ ഒരു ആ പള്ളിയിലേക്ക് വരാനുള്ള ആ തുടക്കം. അപ്പോൾ എനിക്ക് 2 സ്പോൺസർമാരാണ് ഈ 2 ആലി സാറാന്മാർ എന്നുള്ള ഒരു ഇത്. പിന്നെ അതിൽ തന്നെ വേറെ ഒരു സ്റ്റോറിയും കൂടി അതിലുണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞിട്ട് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഈ ആലി സാറാനി ഞാൻ ഒരു പ്രാവശ്യം നല്ല കുറച്ച് സമയങ്ങളിൽ ഞങ്ങൾ 2 ആളും ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വെറുതെ കുറച്ച് ഡോക്ടേഴ്സിന് സ്റ്റാഫിനൊക്കെ തിരഞ്ഞു പിടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ആളും ഒരു റൂമിൽ അവിടെ ഒരു ബെഡും ഇവിടെ ഇട്ടും കിടക്കുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രഗ്നൻ്റായിരുന്നു, എൻ്റെ ഭാര്യ അന്ന് പ്രഗ്നൻ്റാണ്. അങ്ങനെ സംസാരിച്ചെടുക്കുന്നിടയ്ക്ക് അദ്ദേഹം ഒരു തമാശ പറഞ്ഞോട്, മുഹമ്മദ് ഇദാ ഫി അന വലത് അന ഇസ്മി ഇസ്മക് അന ഇസ്മു ഹാദാ ഇസ്മക്. അതാ അവൻ്റെ കുട്ടിൻ്റെ പേര് എൻ്റെ പേരിടുന്നു. അപ്പോൾ അതേ നഫ്സൽ വക്ത് അന ഖുൽതു ഇദാ ജാ വലദ് ഹഖി അന ഇസ്മി ഹഖ് മുഹമ്മദ്. അത് ആലി, ഇപ്പോൾ നമ്മളെ ആലി, അത് ആലി രണ്ടും നമ്മളെ ആലിൻ്റെ പേര് അങ്ങനെ പോലെ 2 പേരാണ് കിട്ടിയത്. ആലി ആഫത്തിൻ്റെ പേരും കിട്ടി, ഇവൻ്റെ പേരും കിട്ടി, ആലി മുഹമ്മദിന്. വനപ്പോൾ വെരി പ്രൗഡ് ആ കാര്യത്തിൽ. അങ്ങനെ 2 ആൾക്കും ആൺകുട്ടികളായി. അവൻ്റെ കുട്ടിക്ക് മുഹമ്മദ് അതിൻ്റെ പേരിട്ടു, എൻ്റെ മോനെ ആലി എന്നിട്ടു. അതാണ് ആലി. അതൊരു ഹിസ്റ്ററിയാണ്. അത് 2 ആൾ എഴുതുമ്പോൾ 2 മക്കളും അത് എപ്പോഴും പറയും. അങ്ങനെ മുഹമ്മദ് അൽഹംദുലില്ലാ അവനെ ഞങ്ങൾ പഠിപ്പിച്ച് ഡോക്ടറാക്കി. അവനൊരു ഫാർമസിസ്റ്റാണ്, നല്ലൊരു ഡോക്ടറാണ്. നമ്മളെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ നേരെ ജ്യേഷ്ഠനാണ് സയ്യിദ് എന്ന് പറഞ്ഞ ആളിരിക്കണം. അപ്പോൾ അത് ആ ഹിസ്റ്ററി ഞാൻ പറയാൻ എന്താ വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒരു സൗദിനെ സംബന്ധിച്ചാണ് നാട്ടിലാണെങ്കിലും കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ഈ പള്ളിയിനോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു 3 മാസം മുമ്പ് യൂസുഫ് സാ ഇത് റിപ്പീറ്റ് ചെയ്യണോ ഈ കാര്യം? യൂസുഫ് ഇത് പറയണോ? ഓക്കെ, അല്ല സംഗതി പറയണമെന്ന് ചോദിക്കാം. ഉറപ്പും ഓക്കെ. എന്നാൽ അത് ഇതിനോട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ആ ഹിസ്റ്ററി ഒന്ന് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പരിപാടിയിൽ ഈ പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാകുമെന്ന്. അത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ആൾക്കാർക്ക് ഒരു നോളജിന് വേണ്ടിയിട്ട്, മറ്റുള്ളതൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ ഡിസംബർ 6 എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഫ്ലൈറ്റ് ഇൻഡിഗോ ഫ്ലൈറ്റിന് കാലിക്കറ്റ് ടു ജദ്ദയാണ് എൻ്റെ ഫ്ലൈറ്റ്. കാരണം ഒരു 1.5 മാസം മുമ്പ് ഞാനും എൻ്റെ മരുമകനും കൂടിയും ബുക്ക് ചെയ്ത ടിക്കറ്റായിരുന്നു. ആ ടിക്കറ്റ് അന്ന് ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തെങ്കിൽ ടിക്കറ്റ് ക്യാൻസലാവും. അപ്പോൾ ഞാൻ അന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 4-4:30 മണിക്ക് പറഞ്ഞ് ഈ ഇൻഡിഗോ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ക്യാൻസലാക്കി. അതിന് അന്ന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായി, അതുപോലെ ക്യാപ്റ്റന്മാരും മറ്റുമൊക്കെ സമരം എന്താ ചെയ്തിട്ട് ഓൽക്ക് അന്നത് ആ ഫ്ലൈറ്റ് ക്യാൻസലാക്കി. അപ്പോൾ ഞങ്ങൾ 2 ആളും ഞങ്ങളെ വീടിൻ്റെ വരാന്തയിൽ ഞാൻ, എൻ്റെ മോന്, അഷ്റഫ്, വേറെ 2 പേരുണ്ടായിരുന്നു. ആളെ ഞാൻ എനിക്ക് ഓർക്കുന്നില്ല, ആളെ പേര് ഞാൻ പിന്നീട് അറിയപ്പെടുത്താം. 3 പേരും കൂടി ഇരുന്ന സമയത്താണ് ഈ മെസ്സേജ് വരുന്നത്. അങ്ങനെ
അവിടെ ഇരുന്ന് ഞങ്ങൾ ഈ സംഗതി വെച്ചപ്പോൾ അപ്പം എൻ്റെ മരുമോൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് ഇനി പോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് തരാമെന്ന്. അങ്ങനെ ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ആ ഫ്ലൈറ്റ് കിട്ടിയത്. അങ്ങനെ സെക്കൻഡ് ഡേ ഫ്ലൈറ്റ് ഇല്ല, മൂന്നാമത്തെ ദിവസമാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ അത് 3 മണിക്കാണ് ആ സമയം, 3-4 മണിയാണ് ആ സമയമുള്ളത്. അപ്പോൾ തന്നെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ സീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അവർ ലാപ്ടോപ്പ് കൊണ്ടുവരാം, ലാപ്ടോപ്പ് എടുത്തിട്ട് കൊണ്ടുവരാമെന്ന്. ഒരു 5 മിനിറ്റ് കൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ക്ലിയറായി. അപ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ പിറ്റേ ദിവസമാണ് എൻ്റെ സെക്കൻഡ് ഡേ ആണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഡ്രൈവറെ വിളിച്ച് ഞാൻ പറഞ്ഞു, ബാബു ഞാൻ ഇനി ദിവസം പോകാൻ നിൽക്കുകയാണ്, അപ്പോൾ ഇത് നാളേക്ക് വണ്ടിയൊക്കെ റെഡി ആയിക്കാലും മറ്റന്നാൾക്ക് വണ്ടിയൊക്കെ റെഡി ആയിക്കുമായിരുന്നു. അപ്പോൾ ബാബു എന്നോട് പറഞ്ഞു, എൻ്റെ പെങ്ങളെ മകളെ കല്യാണമാണ്, എനിക്ക് നിങ്ങളെ കൂടെ പോരാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച്, എനിക്കാണെങ്കിൽ വേറെ ഡ്രൈവർമാരൊപ്പം ഒറ്റയ്ക്ക് പോകാൻ ഒരു മടിയും അങ്ങനെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ എന്താ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നി, ഇന്ന് അങ്ങോട്ട് പോകാം കൊച്ചിയിലേക്ക്. ഇന്ന് അവിടെ താമസിച്ചാൽ ബാബുവിന് ഓൻ്റെ പെങ്ങളെ കുട്ടികളുടെ കല്യാണത്തിന് നാളെ അവന് പോവുകയും ചെയ്യാമല്ലോ. എനിക്കവിടെ നിന്ന് പിറ്റേ ദിവസം അവിടെ നിന്ന് പോകാം, ഒരു 2000-3000 രൂപ ഇനി റൂമിന് കൊടുക്കേണ്ടി വരില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് അന്ന് പോകാൻ വേണ്ടി പുറപ്പെട്ടു. ബാഗ് കൊടുത്ത് പുറപ്പെട്ടു. ഞങ്ങൾ വണ്ടൂർ കുറച്ച് വർക്ക് ഉണ്ട്, അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പോയി. പാണ്ടിക്കാട് കത്തിയപ്പോൾ ഒരു ടെലിഫോൺ കോള്, ബാബു നീ എവിടെ എത്തിക്കണോ വെച്ചിട്ട്. ഞാൻ പാണ്ടിക്കാടാണ് കാരണം എന്നോട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് പോയി. എവിടെ കുറച്ചും കൂടെ ഉള്ള ഒരു മണിക്കൂർ ഇങ്ങ് ട്രാവൽ ചെയ്ത് കുറച്ച് വന്നപ്പോൾ ഒരു ബാക്കിലൊരു വണ്ടി വന്നിട്ട് വല്ലാത്തൊരു ശബ്ദം ഉണ്ടാക്കൽ. അപ്പോൾ അതിനൊരു പേടിക്കുന്ന ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ആ ശബ്ദമാണ് കഴിഞ്ഞ് കുറച്ചുകൂടെ എത്തിയപ്പോൾ അതിന് മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തു. മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ അവിടെ നിസ്കരിച്ചാലോ എന്ന് കരുതി, അതോ ഇനി അടുത്ത പള്ളിയിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ എയർപോർട്ടിലെത്തി നിസ്കരിക്കാലോ എന്നല്ല, 2 കൗമിലിങ്ങനെ ഞാനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ എൻ്റെ വണ്ടിൻ്റെ നേരെ മുമ്പിലൊരു വണ്ടി സ്റ്റോപ്പ് ചെയ്തു, ബാക്കിലൊരു വണ്ടി സ്റ്റോപ്പ് ചെയ്തു, സൈഡിന് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തു. അങ്ങനെ ഈ നമ്മളെ വണ്ടിക്ക് മൂവ് ചെയ്യാൻ ഒരു കഴിവില്ല. ഈ സൈഡിൽ നിന്നല്ല വണ്ടിയിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട് തല്ലലും കുത്തലും എല്ലാം കൂടി ആയി വണ്ടി അടിച്ച് പൊളിച്ച് ഒരു തോക്ക് ചൂണ്ടി ആനാക്കി ചേനാക്കി അങ്ങനെ വല്ലാത്ത ഒരു ഇതായിപ്പോയി. അങ്ങനെ ബൈ മിസ്റ്റേക്ക് നമ്മളെ ഡ്രൈവർ ബാബുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓൻ്റെ മൊബൈൽ ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഗ്ലാസ് തുറന്നാൽ എന്തോ എനിക്കറിയില്ല, ഈ വണ്ടിയുടെ ഓട്ടോമാറ്റിക് ഡോറിൽ അവൻ പുഷ് ചെയ്തു. ഈ ഓട്ടോമാറ്റിക് ഡോർ ഈ വണ്ടിയല്ലേ 2 ഡോറും അങ്ങോട്ട് തുറന്നു പെട്ടെന്ന്. അങ്ങനെ ഇവർക്ക് വളരെ ഈസി ആയിട്ട് എന്നെ പിടിക്കാൻ പറ്റി. അങ്ങനെ 8 പേരുണ്ടായിരുന്നു. 8 പേര് തോക്കും ചൂണ്ടി എൻ്റെ 2 കൈന് 2 ആൾ പിടിച്ചു, 2 കാലും 2 ആളും പിടിച്ചു അടക്കണമെങ്കിലും വല്ല അറുക്കാൻ കൊണ്ടോണം മാറി ഒരു നേരെ ഈ ഇന്നോവ കാറിലേക്ക് കൊണ്ടുപോയി കിട്ടും. എന്നിട്ട് ഇവരെന്ത് ഇന്നോവ കാറിൻ്റെ നേരെ താഴെ അടിയിൽ എന്നെ കടത്തി ഇവരെല്ലാവരും മുകളിൽ ഇട്ടിട്ട് അത് പോകണമെങ്കിലും ആ ഒരു പോക്ക് അങ്ങോട്ട് പോയി എവിടെ പോകണമെന്ന് യാതൊരു ഇതല്ല. കുറച്ചങ്ങോട്ട് എത്തിയേക്ക് എൻ്റെ കണ്ണും കെട്ടി കയ്യും കെട്ടി കാലുമൊക്കെ കെട്ടി ആവുക ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കി. അങ്ങനെ ഒരു കഷ്ടി 1 മണിക്കൂറോളം വരെ അങ്ങനെ ഇതായി. അപ്പോൾ ഞാൻ ഇവരോട് പോണ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തിനാ മനുഷ്യന്മാരെ എവിടേക്ക് നിങ്ങളെന്നെ കൊണ്ടുപോകണേ? ഞാൻ നിങ്ങളെ വാപ്പാനക്കായി വയസ്സുണ്ട്, നിങ്ങൾക്ക് എന്താ വേണം? നിങ്ങൾക്ക് പൈസ വേണോ? പൈസ ഞാൻ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു കൊട്ടേഷൻ പൈസ തന്നാണെങ്കിൽ പൈസ ഞാൻ തരാം. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാണെങ്കിൽ പറയും, ഞാൻ പൈസ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇതൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അതൊന്നുമല്ല പ്രശ്നം, ഞങ്ങൾക്ക് നിങ്ങളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി എത്തിക്കണം, ഞാൻ അവിടെ കൊണ്ടുപോയി എത്തിക്കാൻ പോവാണ്, പിന്നെ നിങ്ങൾ ഓലേറ്റ് ആയിക്കോളുന്നു. ഞാൻ ഒന്നും വേണ്ടിയില്ല. അപ്പം നമുക്കവിടെ പലതും ചെയ്ത് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവിടെ ചെയ്താൽ ചിലപ്പോൾ നമ്മളും ഓലൊക്കെ ചാവും, മരിച്ചു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഏതായാലും ഇവരൊക്കെ എല്ലാ മെഡിസിനും കഴിച്ച് MDS അങ്ങനത്തെ മെഡിസിനൊക്കെ കഴിച്ച് നല്ല ഫിറ്റുമായി എന്തിനും തയ്യാറുള്ള ഒരു കൂട്ടരായിരുന്നു. 8 പേരും. അങ്ങനെ 1 മണിക്കൂർ റൺ ചെയ്തിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അവരെന്നെ പുറത്തേക്ക് ഇറക്കിയിട്ട് അത് വലിച്ച് ഇറക്കി. അത് എൻ്റെ അടുത്താണെങ്കിൽ ഒരു പാൻറ്റും ഒരു ബനിയനും മാത്രമേ എൻ്റെ ഡ്രസ്സിലുള്ളൂ, വേറെ എൻ്റെ അടുത്ത് ഒന്നുമില്ല. വാച്ച് ഉണ്ടായിരുന്നൊരു വാച്ച്, ആ വാച്ച് പോലെ കഴിച്ച വാങ്ങി, ഒരു മൊബൈൽ തന്നെ അതുപോലെ വാങ്ങി. അങ്ങനെ പുറത്തിറക്കി വലിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ വണ്ടി കയറിക്കോളി, ഞങ്ങൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വേറൊരു ടീമിലേക്ക് എന്നെ ഹാൻഡ് ഓവർ ചെയ്തു കൊടുത്തു. അതാണെങ്കിൽ ഒരു ചെറിയ വണ്ടി, വളരെ ചെറിയ വണ്ടി ഒരു ഇപ്പോൾ നാനൊക്കെ ഉള്ള അങ്ങനത്തെ ചെറിയ വണ്ടി. അതിൽ
ഈ ഒരു പാമ്പിനെ മടക്കി എന്നെ മടക്കി അതിൻ്റെ അടിയിൽ കിടത്തി. ഒരു കൈയും കാലും കെട്ടി കണ്ണും കെട്ടിക്കൊണ്ട് ഒരു 20-25 മിനിറ്റ് അവിടുന്ന് ഒരു റൺ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ഒരു വീട്, ചെറിയൊരു വീടിൻ്റെ ഒരു കുന്നിൻ്റെ മുകളിൽ, അതിലേക്ക് ഇവരെന്നെ രാത്രി അവിടെ കൊണ്ടുപോയി അടക്കി. എവിടെയെന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ കണ്ണും കാര്യമൊക്കെ കെട്ടിയിട്ടില്ലേ. അങ്ങനെ കണ്ണൊക്കെ കെട്ടി വളരെ എതിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൻ്റെ അവിടേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരാൾ നന്നായിട്ട് അറബി സംസാരിക്കേണ്ടത്, തായിഫിലുള്ള ആളുമാണ്. ഞാനും അവനായിട്ട് അറബിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് പിന്നെ കുറേ നേരം ഇരുന്ന് ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് ഞാൻ തരാം, നിങ്ങൾ എന്നെ വിട്ടളിയും, പൈസ അല്ലെങ്കിൽ വേണ്ട ഞാൻ തരാം എന്നൊക്കെ നല്ല നിലക്കൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരാൾ വരാണ്ട്, ആ ആൾ വന്നിട്ട് ഞങ്ങൾ നിങ്ങളെ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ നല്ലൊരു മര്യാദ ഉള്ള ഒരാളായിരുന്നു അയാൾ. അദ്ദേഹം എനിക്കൊരു ജ്യൂസ് കൊണ്ടുവന്നു ആദ്യം. അപ്പം പറഞ്ഞ ജ്യൂസ് ഞാൻ കഴിക്കില്ല, അപ്പം എന്തൊക്കെ വേണ്ട ചോദിച്ചു. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ടീ മതി പറഞ്ഞപ്പോൾ അദ്ദേഹം ബ്ലാക്ക് ടീ ഉണ്ടാക്കി തന്നു. ഞാനത് നല്ല ചൂടോടെ കഴിച്ചു. ഞാൻ നല്ല ടയേർഡായിരുന്നു, പേടിയൊന്നും എനിക്കുള്ളായിരുന്നു കേട്ടോ. ഞാൻ വളരെ സോഫ്റ്റായിട്ട്, വളരെ ഗ്രേതായിട്ട്, ഭയങ്കര എനർജിക്കായിട്ട് തന്നെ തന്നു. ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ആൾ കട്ടൻ ചായ തന്നു. കട്ടൻ ചായ കുടിച്ചു. ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ ഭക്ഷണം കൊണ്ടു തന്നു. ഭക്ഷണം കൊണ്ടുവന്ന് അപ്പോൾ എന്താ ഭക്ഷണം എന്ന് ചോദിച്ചു. എനിക്ക് കാണുമല്ലോ, എല്ലാം കണ്ണൊക്കെ കെട്ടിക്കണല്ലോ. മുരിങ്ങാക്കറി, മത്തി പൊരിച്ചത്, പിന്നെ വേറെ എന്താ പിന്നെ മാന്തൽ പൊരിച്ചത്, കുറച്ച് ചോറും ഇതാ കൊണ്ടുവന്നത്. അത് അദ്ദേഹം എന്തെങ്കിലും ഭാര്യ കഴിച്ചോടെന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. കണ്ണ് കാണില്ലല്ലോ, ഞാൻ അങ്ങനെ എടുത്ത് കഴിച്ചു. ഏതായാലും കുറച്ച് വിശപ്പൊന്നുമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം അവിടെ വന്നിരുന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞേക്ക് ഞങ്ങൾക്ക് ടെലിഫോൺ കോൾ വന്നിട്ടുണ്ട്, നിങ്ങളോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാണ്ട് പറഞ്ഞു. ഞാൻ ആർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും, ഞാൻ ഓരോട് ഇരുന്ന് സംസാരിച്ചിട്ട് നിങ്ങളെ മുമ്പ് ഞാൻ തീർക്കും കേസ്, നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തരുന്നതാണ്. അതല്ല, നിങ്ങൾ 17 CR കൊടുക്കണം എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 17 CR ആർക്കാണ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? ഞാൻ ഒരാൾക്ക് കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ പറയും, ഞാൻ കൊടുക്കാൻ വില്ലിങ്ങാണ് എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞ ആളെ പേരൊന്നുമില്ല, നിങ്ങൾ പറയണം 17 CR നിങ്ങൾ പിന്നെ ഒരാളേക്കൊന്ന് വാങ്ങിയിട്ടുണ്ട് കൊടുക്കാണ്ട് എന്ന് പറയണം എന്നാണ്. ഞാൻ അങ്ങനെ കൊടുക്കാനില്ല എന്നാണ്. നിങ്ങൾ നിർബന്ധമായിട്ട് പറയണമെന്നാണ്. അങ്ങനെ എന്നെ അടിക്കാനും ചെല്ലാനൊക്കെ പുറപ്പെട്ട് അവർ ഏതായാലും അടിക്കലും കുത്തലൊക്കെ നടന്നുകിട എന്തൊക്കെ കണ്ണ് കാണില്ലല്ലോ നമുക്ക് ചെയ്തുകണം. അതിൽ ഞാൻ അവസാനം 17 CR എന്ന് പറയുകയും പിന്നീട് അവർ പറഞ്ഞു, ആ വാക്ക് പോലെ പിടിച്ചു എടുത്തതിന് ശേഷം അവർ പറഞ്ഞു 17 നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, നിങ്ങൾ കരഞ്ഞിട്ട് പറയണം എന്ന് പറഞ്ഞു എന്നോട്. നിങ്ങളെ മോനോട് നിങ്ങൾ പറയൽ 17 CR നിങ്ങൾ കൊടുക്കണം മോനെ എന്ന് കരഞ്ഞ് പറയണമെന്നാണ്. അങ്ങനെ ഞാനത് കരഞ്ഞ് 2 പ്രാവശ്യം തിരുത്തി പറഞ്ഞു കൊടുത്തു. ഒരു കാലം സമാധാനമായി. അത് എൻ്റെ മോനെ അവൽ അയച്ചു കൊടുത്ത് വളരെ കറക്റ്റായിട്ട് അവർക്ക് കിട്ടി. പക്ഷെ മോനത് എന്താണെന്നല്ലോ ഓനെ മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അത് അവന് കിട്ടിയിട്ടുണ്ട് സംഭവം. അപ്പോൾ എവിടുന്നാ വന്നു എന്ന് അറിയില്ല, ഏതൊക്കെ ടെലിഫോണെന്നാണ് ഈ കോൾ അവനെ കിട്ടിയിട്ടില്ല. അങ്ങനെ 17 CR കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്നപ്പം ഈ 17 CR കൊടുത്താലും എൻ്റെ ജീവനക്ക് രക്ഷ കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ വന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടെ വന്നിട്ട്, ഇല്ലട്ടോ അത് തെറ്റിപ്പോയതാണ്, 17 അല്ല 70 CR ആണ്, അത് തെറ്റിപ്പോയതാണ്, നിങ്ങൾ തിരുത്തി പറയണം, അത് 70 CR ആണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അത് തികഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന് കുറച്ചും കൂടി പൈസ വേണം, 70 CR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടുന്ന് 70 CR എവിടുന്ന് കിട്ടാനാണ്? ഇത് ഒരു ആർക്കും കിട്ടില്ല, ബാങ്കിൽ പോയാലും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല, ആരും കിട്ടില്ല, നിങ്ങൾ എന്ത് വിട്ടിത്തരാൻ പറയണമെന്ന് വെച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളത് പറയണം. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു ഇതായി ഇങ്ങനെ കുറേ കാർട്ടൂൺ വെച്ചിട്ടുണ്ട്, ഈ കാർട്ടൂണിലേക്ക് ഞങ്ങൾ നിങ്ങളെ കഷ്ണമാക്കിയിട്ട് ഞങ്ങൾ നേരം വെളുക്കുമ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും ആക്കും, നിങ്ങളത് ഇപ്പോൾ ഇവിടുന്ന് പറഞ്ഞോളാം എന്നാണ്. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാനും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഫൈറ്റായി. അവസാനം 70 CR എന്ന് പറയാമെന്ന് പറഞ്ഞു, നല്ല ജീവൻ കിട്ടുമല്ലാണ്ട് അത് പറഞ്ഞു. അങ്ങനെ ആ 70 CR കഴിഞ്ഞ് കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ അതിപ്പോൾ അങ്ങനെ പറ്റില്ല, നിങ്ങൾ കരഞ്ഞ് പറയണമെന്ന് പറഞ്ഞു. കരഞ്ഞ് പറയണം. അപ്പോൾ ഞാനത് കരഞ്ഞ് പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് പറയുന്ന സമയത്ത് അങ്ങനെ കരഞ്ഞാൽ പോരാ, നിങ്ങൾ നന്നായിട്ട് കരയണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പിന്നെ ചാക്ക് പൊടിക്കുന്ന ഒരു കോളിയുണ്ടല്ലോ, ആ കോളി എൻ്റെ ഇതിലിട്ടിട്ട് ഇങ്ങനെ വലിച്ചിട്ട് അദ്ദേഹം ചോര പൊട്ടിച്ചിട്ട് എന്നോട് പറയും, ഇനി കരഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ഈ ഭാഗം പൊളിഞ്ഞു പോയി, ഇതായി പോയി. അതിന് ഇപ്പോഴും അതിൻ്റെ ആ ഇത് തീർന്നിട്ടില്ല.
ആ ഫോട്ടോ എടുത്തുകൊണ്ട് അയാൾ എന്നെ കൊണ്ട് ആ 70 CR എന്ന് പറയിച്ചു. എന്നിട്ട് അയാൾ അയച്ചു കൊടുത്തു. ആ പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ദൈവതമ്പര എനിക്കൊന്നും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ വായിലായിരുന്നു. ഞാൻ തന്നെ കൈ വീട്ടില്ല, കൈ നന്നായിട്ട് എടുത്ത് കടിച്ചു മാത്രമല്ല നന്നായിട്ട് കടിച്ചു. അതിനെ കൈയിൻ്റെ വിരൽ എനിക്ക് കിട്ടട്ടെ എന്നൊരു രൂപത്തിൽ ഞാൻ കടിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ പൊട്ടി, ചോരയ്ക്ക് എൻ്റെ വായിലും എൻ്റെ ഡ്രസ്സിലൊക്കെ വന്ന് അദ്ദേഹം വളരെയധികം പേടിച്ചു പോയി ആ ചെയ്ത ആൾ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാനും ക്ഷീണിച്ചു, ഇദ്ദേഹം ക്ഷീണിച്ചു. തോന്നി 2 പേരുണ്ടല്ലോ. അങ്ങനെ ഒരു ഭാഗത്ത് പോയി അവരും കടന്നു, ഞാൻ ഈ ഭാഗത്തും കടന്നു. ഒരു 2, 2:30, 3 മണിയായപ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് 2 ആൾ വേറെ ആൾക്കാർ വന്നു. അങ്ങനെ പുതിയ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിച്ചു. ഇല്ല, എനിക്കൊന്നും ആവശ്യമില്ല, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, അതിന് നിങ്ങളതിൻ്റെ സൗകര്യം ചെയ്തു തരണം എന്നാണ്. ആയിക്കോട്ടെ പറഞ്ഞു. അപ്പോൾ ഒരു കുറച്ച് സോഫ്റ്റാണ് ആ 2 ആൾക്കാർ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ അവരോട് എൻ്റെ ബാത്റൂമിൽ പോകാൻ വേണ്ടി എൻ്റെ 2 കൈയും കഴിച്ചോളി, ബാക്കെല്ലാം കഴിച്ച് ഞാൻ ബാത്റൂമിൽ പോയി അവിടെ നിന്ന് മൂത്രമൊഴിച്ചിട്ട് നേരെ എന്നെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ആ കെട്ടിയ സമയത്ത് എൻ്റെ കൈ പോലെ ശരിക്കും കെട്ടിയില്ല. അങ്ങനെ കെട്ടിയത് കുറച്ച് ഈസിയായിട്ട് കെട്ടി, അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ എൻ്റെ ബെഡിൽ കൊണ്ടുപോയി ഞാനവിടെ ബെഡിൽ കടന്നു. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സ് പറയേണ്ടത്, ഇതൊക്കെ എനിക്കൊരു ഡ്രീം, ഒരു സ്വപ്നം കാണാൻ മാറിയാണ്. ഞാൻ അതിന് രക്ഷപ്പെടും ഇങ്ങനെ എൻ്റെ മനസ്സ് എപ്പോഴും പറയാം. ധൈര്യമായിട്ട് തിന്നോ അല്ലേ കാരണം. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഞാൻ അവിടെ നിന്നപ്പോൾ ഞാനൊരു കൂർക്കം വലിച്ച മാതിരി ഞാൻ അഭിനയിച്ചു. നല്ല അടുത്ത് നിന്നുകൊണ്ട് ഞാനും ഉറങ്ങാണ് ഒരാണ്. ഇങ്ങനെ ഈ 4 പേരുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവരും തന്നെ മദ്യപിച്ചിട്ട് ഇവർ നന്നായിട്ട് കൂർക്കം വലിച്ചോടെ. ഞാൻ ഒരു 3-3:30 മണി കഴിഞ്ഞപ്പോൾ ഞാൻ കേൾക്കുന്ന ഇവരെ കൂർക്കമ്പരിയാണ്. ഈ കൂർക്കമ്പരി കേട്ടപ്പോൾ എനിക്ക് പടച്ച തമ്പുരാൻ്റെ ഒരു ഇൻറ്റ് തരാണ്, മുഹമ്മദ് എല്ലഗും എല്ലപ്പോ നീ എണീറ്റോ ഇന്ന് പുറഞ്ഞോ, ഇത് രക്ഷപ്പെടാന്നിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ കൈ വേറെടുത്തി പുറത്തേക്ക് അങ്ങനെ നിൽക്കുക, കൈ വേറെടുത്തിട്ട് അങ്ങനെ കണ്ണെടുത്ത് നോക്കുമ്പോൾ 2 വിൻഡോ ഉണ്ട്. ഈ വിൻഡോ എടുത്ത് പുറത്തേക്ക് ചാടാൻ പാടി നോക്കുമ്പോൾ ഒന്നും കഴിയില്ല. അങ്ങനെ ഞാൻ ഇടുന്ന ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഡോർ ഓപ്പണാണ്. അങ്ങനെ ഡോർ ഓപ്പണായി പോയി അവരെ കിച്ചണിൽ പോയിട്ട് വല്ല കത്തിയോ കാര്യമൊക്കെ എടുത്തിട്ട് ഒരാളാണെങ്കിൽ ഒരു കുത്തിയാണ്ട് നടിയുടെ കാര്യം 3 ആളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഇത് ഒരിക്കലും ശരിയാവില്ല വിചാരിച്ചിട്ട് ഞാൻ 2ാമത് പിന്നെ വന്നവിടെ കടന്നു. അങ്ങനെ 2ാമത് എനിക്ക് കിട്ടിയ ഇൻ്റെന്താ, ഈ വാതിൽ തുറന്നിട്ട് ഫ്രണ്ടിലേക്കുള്ള വാതിൽ തുറന്നിട്ട് പോകാനാണ്. അത് ഞാൻ ആ വാതിലിൻ്റെ കൊറ്റി മുകളിൽ നിന്ന് വെല്ലെ തുറന്നോട് കൂടി വാതിൽ തുറന്നു കിട്ടി. ഞാൻ എൻ്റെ ശരീരത്തിൽ എൻ്റെ എടുത്ത പാൻറ്റും ഈ ബനിയനും അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടുന്ന് അവരെ 2 ചെരുപ്പും കട്ടെടുത്തുകൊണ്ട് ഞാൻ അവിടുന്ന് ഓടിച്ചാടി ഒരു കുന്നിൻ്റെ മുകളിൽ നിരങ്ങി താഴത്തേക്ക് ഇറങ്ങി കണ്ണ് കാണാത്ത ഒരു ഇതാണല്ലോ, കാരണം ഒരു 4:30-5 മണിയുള്ളൂ. തൊട്ട വീട്ടിൽ പോയി. അവിടെ പിന്നെ ഞാൻ ഒന്നും വിളിച്ചില്ല. ആ വീടാണെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യൻ്റ് വീടായിരുന്നു. പക്ഷെ അത് പിന്നീട് നമുക്കറിയണം. അങ്ങനെ എന്ത് ചെയ്തു, അവിടുന്ന് വേറെ വീട്ടിൽ പോയി, അങ്ങനെ ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററോളം ഞാൻ കുറേ ഇൻസൈഡിലേക്ക് നടന്ന് മറിഞ്ഞ് പോയി. അങ്ങനെ ഒരു വീട്ടിൽ പോയി ബെല്ലടിച്ചു, അവിടെയും തുറന്നില്ല. 2ാമത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ വാതിൽ തുറന്നപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, ഉമ്മനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാണ്, ഇന്ന ആൾക്കാർ കൊല്ലാൻ കൊണ്ടുവന്നാണ്, നിങ്ങൾ ഇതിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖത്തൊക്കെ നോക്കി എൻ്റെ ചോരയും കാര്യം ഒക്കെ അങ്ങനെ കണ്ട് അവർ ഭയങ്കര ഇതായിപ്പോയി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹസ്ബൻഡിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിനെ വിളിക്കാൻ പിന്നെ നിന്ന സമയത്ത് പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് പോയി. ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പം പിന്നീട് ആ ലേഡി വന്നിട്ട് ഈ വാതിൽ അടക്കുക ചെയ്ത്. ആ വാതിൽ അടച്ചതോട് കൂടി പിന്നെ എൻ്റെ എല്ലാം ഇതും നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു ചെയറുണ്ടാക്കി ചെയറിലവിടെ ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞേക്ക് ബാങ്ക് കൊടുത്തു ഒരു സ്ഥലത്ത് നിന്ന്. ആ ബാങ്ക് കെട്ടി ഞാൻ അവിടെ കുറച്ചിടങ്ങനെ ഇരുന്ന്. അപ്പോൾ അത് കുറേ ദൂരമാണ്, അങ്ങോട്ട് ഒരിക്കലും നടന്നാൽ എത്തൂല. അങ്ങനെ ഞാൻ ആ കസാലിൽ തന്നെ ഇരുന്നു. ആ ബാങ്ക് കഴിഞ്ഞോട് കൂടിച്ച് നേരെ മുമ്പിന്ന് മറ്റൊരു ബാങ്ക് വന്നു. ആ ബാങ്ക് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോളിന്ന് കിട്ടിയ ചപ്പൽ ഒന്ന് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാൻ ചപ്പലില്ല. അപ്പോൾ ആ വീട്ടിൽ 2 ചപ്പലെടുത്തുകൊണ്ട് ഞാൻ ആ പള്ളിയിലേക്ക് ഓടി.
ആ പള്ളിയിലേക്ക് റോട്ടിൽ അപ്പോൾ ഇങ്ങനെ ഓടി ചെന്നപ്പോൾ ആ റോഡാണ്. എനിക്ക് റോഡാണെന്ന് എനിക്കറിയില്ലല്ലോ. ആ റോഡാണ്. ആ റോഡിൽ ഞാൻ ചെന്ന് അങ്ങനെ പള്ളിയിലേക്ക് ഓടി കയറി. പള്ളി ഓടി കയറിയപ്പോൾ അവിടെ ആൾക്കാർ ഫസ്റ്റ് ബാങ്ക് കൊടുത്ത് എല്ലാവരും സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഇമാമാണ് ഇവിടെ ഉണ്ടായിരുന്ന കൊടുത്തു. ഇതാ ഇമാം ഒന്ന് കാണട്ടെ. ആ അദ്ദേഹം ഈ ഇമാമായിരുന്നു. ആ ഇമാം അൽഹംദുലില്ലാ പേരെന്തായിരുന്നു ഇമാമിൻ്റെ? ഷുഹൈൽ എന്ന് പറഞ്ഞ ഇമാമായിരുന്നു ആ പള്ളിയിലുണ്ടായിരുന്നത്. ഞാൻ ആ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആരെയും കുറ്റം പറയല്ല. ഇമാം എന്നെ കണ്ടു. പക്ഷെ പള്ളിയിലുള്ള കുറേ ആൾക്കാർ, കാരണം എൻ്റെ ഡ്രസ്സിൽ കംപ്ലീറ്റ് ചോരയായിരുന്നു, ഇത് കംപ്ലീറ്റ് NHS ആണ്, നിങ്ങൾ പുറത്ത് നിൽക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. കഥ യാദൃശികമാണ്. കാരണം ഏത് കള്ളന്മാരും ഏതും കയറി ചെല്ലും. അങ്ങനെ ഞാൻ അവസാനം ഞാൻ പുറത്ത് നിൽക്കുകയും അങ്ങനെ മറ്റൊരു ഉസ്താദ് പിന്നെ അവിടെ തിരിച്ചു വരികയും അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പുറത്ത് നിൽക്കണ്ട, ഉള്ളിലേക്ക് നിന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്താദിന് ഞാൻ എൻ്റെ വാക്കുകൾ നല്ലോണം കൊണ്ടിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ വിഷമങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹം പള്ളിൻ്റെ ഇമാമാണല്ലോ, ഒരു ഇമാമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഈ വാക്കുകൾ കേട്ടുകൊണ്ടാണെന്ന് തോന്നുന്നില്ല. ഏതായാലും സുബഹി നമസ്കാരം അദ്ദേഹം വളരെ പെട്ടെന്ന് തീർത്തു. അതായത് സാധാരണ നമ്മളെല്ലാവരും ഒരു സുബഹി നമസ്കാരം ബാങ്ക് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നല്ല കുറച്ച് സൂറത്തൊക്കെ ഓതിയിട്ടാണ് നമ്മളെല്ലാവരും സുബഹി നമസ്കരിക്കാറുള്ളത് അല്ലേ. ആ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വളരെ പെട്ടെന്ന് ആ നമസ്കാരം നിർത്തുകയും കഴിയുകയും പെട്ടെന്ന് ഇബാദത്ത് അങ്ങനെ പിന്നെ സുന്നി പള്ളി പോയി കഴിഞ്ഞാൽ എത്രയോ തുകയും കാര്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തുള്ളൂ. അങ്ങനത്തെ വലിയൊരു തുകയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് അദ്ദേഹം പുറത്തു വരികയും ഇവരെല്ലാവരും കൂടെ എന്നോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ്, ഈ നമ്മളെ ഉസ്താദ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ് നാട്, കാര്യങ്ങൾ മറ്റതൊക്കെ വളരെ വൃത്തിയായിട്ട് ചോദിച്ചു. പക്ഷേ മറ്റുള്ളവർക്കൊന്നും അതിനൊന്നുള്ള ഒരു ഇതുണ്ടായില്ല. പക്ഷേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ ആ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഞാനത് കുറ്റം ഞാൻ പറയാനില്ല, ദാറ്റ് ഈസ് റൈറ്റ്. അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റി. എൻ്റെയൊക്കെ അഡ്രസ്സ് കൊടുക്കാൻ ടെലിഫോൺ നമ്പർ ഒന്നും ബൈഹാർട്ടില്ല, എൻ്റെ നമ്പർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിൽ നമ്മൾ എൻ്റെ നമ്പറിലേക്ക് അടക്കുന്നതാണ്. അങ്ങനെ അയാൾ എൻ്റെ നമ്പറിലേക്ക് അടിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൽ കണക്ഷനും കിട്ടില്ല, പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കണക്ഷൻ കിട്ടില്ല. അങ്ങനെ കുറേ ഞങ്ങൾ ഇയാൾ ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം അവസാനം ചെറുകോട് പള്ളിയിലേക്ക് ഇദ്ദേഹം വിളിക്കുകയാണ് ചെയ്തത്. ചെറുകോട് പള്ളി ഏതൊരു പള്ളിയിലേക്ക് വിളിച്ചു. അങ്ങനെ അവിടുത്തെ ആൾ പൂങ്ങോട് പള്ളിയിലേക്ക് വിളിച്ചു. അങ്ങനെ പൂങ്ങോട്, ഇത് AP ഉസ്താദിൻ്റെ പള്ളിയാണ് കേട്ടോ, ഈ അദ്ദേഹത്തിൻ്റെ പള്ളി AP ഉസ്താദിൻ്റെ പള്ളിയാണ്. അങ്ങനെ പൂങ്ങോട് നമ്മളെ AP ഉസ്താദിൻ്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് കുട്ടികൾ പറഞ്ഞു, ആ മോമാലിക്കാനെ ഞങ്ങൾ അറിയും, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന മനുഷ്യനാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞു. പക്ഷേ ആ മെസ്സേജ് വേറെ ആൾക്കാർക്ക് കൈമാറും ചെയ്തു അവിടുന്ന്. പക്ഷേ ആ മെസ്സേജ് നമ്മളാൾക്കാരെ കിട്ടില്ല. പക്ഷേ അപ്പോഴേക്ക് അങ്ങനെ ഒരു നല്ലൊരു മെസ്സേജ് അവിടെ കിട്ടിയിട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടി, ഞാൻ കുറേ സ്ഥലങ്ങളൊന്നും അഡ്രസ്സ് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചോക്കാടി, അത് കിട്ടുമെന്ന് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞു. അതിൽ എൻ്റെ പേരും ചെയർമാനാണെന്നും വണ്ടൂരാണെന്നും എൻ്റെ ഫോട്ടോയും കാര്യമൊക്കെ വന്നോട് കൂട്ടിയിട്ട് ഇവർക്ക് വളരെ ക്ലിയറായി. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഈ കുളത്തിട്ട് വലിച്ച ആളുണ്ടല്ലോ, അദ്ദേഹം ഒരു വണ്ടിയുമായി അതിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിക്കുക. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഒരാൾ പറയണതാ, അവൻ്റെ വണ്ടി കയറി പോയിക്കോളൂ, ഫൈസലാണ് വന്നിക്കണേ, അവൻ്റെ വണ്ടി കയറി പോയിക്കോളൂ, നിങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തരുന്നതാണ്. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ ആരെ കൂടെയും പോവില്ല, പോലീസ് വരണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ വരണം, ഇവിടുന്ന് ഒരാളെ കൂടി ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അത് കുറേ ആൾക്കാർ എനിക്ക് കുറേ പൈസ ഒക്കെ ഓഫർ ചെയ്ത് നിങ്ങൾ അടുത്ത ബസ്സിന് പോയിക്കോളെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് പൈസയും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് മരിക്കുന്നതാണ് ഇവരുടെ. അങ്ങനെ അതിന് ഫൈറ്റ് ചെയ്തു. അൽഹംദുലില്ലാ. എനിവേ ഇത് ഇങ്ങനെ നിംസിലേക്ക് പിന്നെ ഉസ്താദ് വിളിക്കുകയും നിംസിൽ പെട്ടെന്ന് അവിടെ ഒരു കുട്ടി അന്ന് രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി അങ്ങനെ തന്നെ അവിടുത്തെ സിഒനോട് ഈ കാര്യം പറയുകയും സിഒ അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷൻ, വണ്ടൂർ പോലീസ് സ്റ്റേഷൻ, കാളുകാവ് പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും പെട്ടെന്ന് കൊടുത്ത് അങ്ങനെ 15 മിനിറ്റ് ആയപ്പോൾ, 15 മിനിറ്റ് അല്ല 10 മിനിറ്റ് ആയപ്പോൾ എന്നിട്ട് പോലീസ് വണ്ടി എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ആ 10 മിനിറ്റ് ആ പോലീസ് വണ്ടിയോടെ വന്നു. അങ്ങനെ പോലീസ് വണ്ടി എത്തി. ഞാൻ പോലീസ് വണ്ടി കയറി. പോലീസിനോട് പറഞ്ഞു, നമുക്ക് ആ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനല്ല, ആ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, അവരുടെ അടുത്ത് ഗണ്ണുണ്ട്, കത്തിയുണ്ട്, ഇതെല്ലാം നിങ്ങൾ ഇനി അവർ കത്തിക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് തന്നെ നല്ലൊരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കൊണ്ടുപോയി അവിടെ ആ ഹോസ്പിറ്റലിൽ എനിക്ക് എല്ലാ പരിപാലനവും വളരെ ഭംഗിയായിട്ട് അൽഹംദുലില്ലാഹ് തന്നു. ഞാനങ്ങനെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ അതിൻ്റെ ഒരു കഥയാണ് ഞാനത് പറയണത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാനൊക്കെ കാരണം ഞാൻ ഈ പള്ളിയോട് ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഇന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ഒരു പള്ളിയാണ്. എത്ര വീട്ടുകാരവിടെ ഉണ്ട്. പല ആൾക്കാരുടെ വീട്ടിൽ ഞാൻ പോയിട്ട് മുട്ടി, ആർക്കും തുറക്കാൻ പറ്റിയില്ല, ആർക്കും എന്നെ സ്വീകരിക്കാൻ പറ്റിയില്ല. അവസാനം നമുക്ക് കിട്ടിയ അഭയം പഠിച്ചു രണ്ട് പള്ളികൾ, യാതൊരു സംശയം. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും അടുത്ത എൻ്റെ ഒരാളാണ് മരിച്ചു പോയത്, ആലിം മുഹമ്മദ് സറാനി. എനിക്ക് അവന് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് അവൻ്റെ പേരിലൊരു പള്ളി ഉണ്ടാക്കി നിർമ്മിച്ചു കൊടുക്കുന്നല്ലേ. അൽഹംദുലില്ലാഹ് എനിക്കത് മുഴുവൻ പണി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് ഞങ്ങളത് വളരെ പെട്ടെന്ന് ആ പണി തീർത്ത് അത് പൂർത്തിയാക്കും ഇൻഷാ അല്ലാഹ്. അതിന് പടച്ചതമ്പുരാൻ നിങ്ങളെല്ലാവരെയും അതിന് ആവതാക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ കൂടുതൽ കുറേ പരിപാടികൾ എനിക്ക് ഇനി ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചങ്ങൾ വിശപ്പിക്കുന്നില്ല. എനിവേ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ യാ മാലേഷ് شكرا يا استاذ. جزاكم الله خيرا ان شاء الله. معليش اسفين موضوع انتم جيتوا هنا عشان افتتاح المسجد هذا، انت واولادك وحسن عبد الله هذه كلكم الله يطيب. شكرا ان شاء الله نشوفكم مره ثانيه. انتم لازم تزورونا هنا في مكان، لازم ان شاء الله هذا مكانكم. ترى هذا في كليه في تقريبا എത്ര കുട്ടികളുണ്ട് ഇവിടെ? 150. دحين في 150 طلاب موجود هنا، في يعني امها سوي حافظ قران، في كلهم يتيم يعني زي كذا ان شاء الله. بس انا اعطي معلومات ان شاء الله كويس ان شاء الله. يعني എല്ലാവർക്കും എൻ്റെ ശുക്രൻ നന്ദി. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.